ഭരണഘടനയെ ബന്ദിയാക്കിയോ എന്നാണ് ചോദ്യം. സുജയ, ഭരണഘടനയെ ബന്ദിയാക്കുന്ന ഒരു നീക്കമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം, അവരിപ്പോൾ റിമാൻഡിലായ സംഭവത്തിൽ അതിൽ കൃത്യമായ നിയമ നടപടിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വന്ന്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഇടപെടൽ, BJPയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഇടപെടൽ, ആ രീതിയിലുള്ള ഒരു ഇടപെടലല്ല. അവിടെ ആ സ്റ്റേഷനിലേക്ക് ബജ്രംഗ് ദളിനെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്നുള്ളത് റെയിൽവേ പോലീസാണ് മറുപടി പറയേണ്ടത്. കാരണം അവിടേക്ക് വരേണ്ടത് ബജ്രംഗ് ദൾ അല്ല, അവിടുത്തെ സ്റ്റേറ്റ് പോലീസാണ്, ഛത്തീസ്ഗഡിന്റെ പോലീസ് സംവിധാനമാണ്. അവിടെ എത്തുകയും റെയിൽവേ പോലീസ് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫാക്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്, അത് അവർ കൃത്യമായി എങ്ങനെയാണോ ഇൻഫോം ചെയ്യേണ്ടത് ആ പ്രോപ്പർ ചാനലിലാണ് പോകേണ്ടത്. അവിടെ ബജ്രംഗ് ദളിനെ ഇൻവോൾവ് ചെയ്യിച്ചതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും റെയിൽവേ പോലീസിനാണ്. അവിടേക്ക് ബജ്രംഗ് ദൾ വരുന്നു, എന്നിട്ട് അവർക്ക് ഒരു വസ്തുതാ പരിശോധന നടത്താനായി അവസരം കൊടുക്കുന്നു. അതാണ് ഇതിനകത്തെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. കൃത്യമായ രീതിയിലല്ല കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അവിടുത്തെ രണ്ട് സിസ്റ്റേഴ്സ്, സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന, ഈ രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ള സഭാംഗങ്ങളായതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം നമ്മൾ ഇത്രത്തോളം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ബന്ധുക്കളടക്കം നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അങ്ങനെ ഇവർ നേരിടുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുന്നതും അങ്ങനെ ആ പ്രതികരണങ്ങൾ വന്നതിലൂടെയാണ്. അല്ലാത്ത പക്ഷം നേരത്തെയും നാരായൺപൂർ ജില്ലയിലൊക്കെ നടന്ന സംഭവങ്ങളുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ നേരത്തെ പാസ്റ്റർ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിച്ചല്ലോ. അവിടെ നടക്കുന്ന ഈ ഇൻഡിജീനസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ മതം മാറിയ ആളുകളും തമ്മിലുള്ള ക്ലാഷസ് ഓർമ്മയുണ്ടാകുമായിരിക്കും. 2023 ഒരു വലിയ സംഘർഷം നടന്നതാണ്. അതായത് മതം മാറിയവരും മാറാത്തവരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് നടന്നത്. ഈ ഗോത്ര മേഖലയിലേക്ക് തിരിച്ചു വന്ന് അവരുടെ പ്രോപ്പർട്ടിയിൽ തന്നെ ഈ ആളുകൾ, മതം മാറിയ ആളുകൾ തിരിച്ചു വന്ന് അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ വന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ കാലാകാലങ്ങളായി താമസിച്ചു വരുന്ന ഈ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഇവരുടെ തന്നെ ബന്ധുക്കളാണ് ആ ആളുകൾ തമ്മിലുള്ള വലിയ ക്ലാഷാണ് 2023 ഉണ്ടായത്. അതിനുശേഷമാണ് ഇത് കുറച്ചുകൂടി കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ 2023 നാരായൺപൂരിലാണ്, ബസ്തറിലെ നാരായൺപൂരിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് അവിടെ ഉണ്ടായത്. അവിടെ ഇതേ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. അത് 2024 വരെ ഏകദേശം 6 മാസത്തോളം ഈ കോൺഫ്ലിക്ട്സ് അവിടെ തുടരുകയും ചെയ്ത ഒരു സാഹചര്യം നാരായൺപൂരിനുണ്ട്. അതാണ് നാരായൺപൂരിൻ്റെ ഒരു പശ്ചാത്തലം. ഇവിടെ ഇതേ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള 3 പെൺകുട്ടികളെയാണ് ആഗ്രയിലേക്ക് കൊണ്ടുപോകാനായി തീരുമാനിച്ചത്. ഇവിടെ നോക്കൂ, ഈ ദുർഗ് ലോക്സഭാ മണ്ഡലം അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോത്ര വിഭാഗത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും, ദുർഗ് ജില്ലയിൽ വരുന്നത് 6 നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ 6 ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഈ കൺവേർഷൻ നടക്കുന്നുണ്ട് എന്നത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ സുവിശേഷ പ്രാസംഗികരായി വരുന്ന ആളുകളെയും ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രദേശവും ഇത് തന്നെയാണ്. ഇവിടെ വിഷ്ണു ദിയോസായി എന്ന് പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷനായി പറയുന്നത് ഇതേ നാരായൺപൂരിൽ നിന്ന് വന്ന 3 പെൺകുട്ടികൾ, അവരെ ക്രിസ്ത്യൻസ് എന്നല്ല വിശേഷിപ്പിച്ചത്, ട്രൈബൽ ഗേൾസ് എന്ന് തന്നെയാണ്. അവരിപ്പോഴും അവരുടെ ട്രൈബിൽ ബിലോങ് ചെയ്യുന്ന ആളുകളാണെന്നാണ് അവരുടെ പേരൻസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടെസ്റ്റിമണി. അതിപ്പോൾ കോടതിയിലായിരിക്കുമല്ലോ അത് കണ്ടസ്റ്റ് ചെയ്യപ്പെടുക. നിങ്ങൾ പറയുന്നത് പോലെ അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും അവരുടെ ട്രൈബിൻ്റെ ഭാഗമാണ്, അതായത് ഇൻഡിജീനസ് ട്രൈബിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഈ 3 പെൺകുട്ടികളും. അവരോട് പറഞ്ഞത്, വീട്ടുകാരെ അറിയിച്ചത് ഇവർക്ക് നഴ്സിംഗ് ട്രെയിനിങ് കൊടുക്കുന്നതിനായി കൊണ്ടുപോകുന്നു എന്നതാണ്, അല്ലാതെ വീട്ടുജോലിക്കല്ല. നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ച പോലെ വീട്ടുജോലിയല്ല. ഇവരോട് പറഞ്ഞത് നഴ്സിംഗിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ആഗ്രയിൽ തന്നെ ജോലിയും വാങ്ങിച്ച് നൽകും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നേരത്തെ കൺവേർട്ടായ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. ആ പെൺകുട്ടിയും ഈ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അടക്കമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബസ്തറിൽ അല്ലെങ്കിൽ നാരായൺപൂർ എന്ന് നമ്മളിപ്പോൾ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ അവിടെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനിടയിൽ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നത് അത് അവർക്കിടയിൽ ഒരു കൺസേൺ ആണ്. കാരണം 2023 6 മാസത്തോളം നീണ്ടു നിന്ന ഈ കോൺഫ്ലിക്ട്സിൻ്റെ ഒരു തുടർച്ചയാണോ ഇത് എന്നുള്ള ഒരു പെട്ടെന്നൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ. കാരണം ഈ 3 പെൺകുട്ടികളെ കൊണ്ടുവരുന്നു. ആ 3 പെൺകുട്ടികളും കൺവേർട്ട് ചെയ്യപ്പെട്ടവരല്ല, അവർ ഈ ട്രൈബിൽ തന്നെ പെടുന്ന ആളുകളാണ് എന്ന കാര്യം കൂടി അവിടെ നിൽക്കുമ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല എന്നതാണ് ഇക്കാര്യത്തിലെ എൻ്റെ സ്റ്റാൻഡ്. കാരണം ഇതിൽ രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു വസ്തുതാ പരിശോധനയിലേക്ക് കടക്കുകയും നമ്മുടെ 2 സിസ്റ്റേഴ്സിനും പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. കാരണം ഇവർ നഴ്സിംഗ് ട്രെയിനിങ്ങിനാണ് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ അതിൽ ഈ കൺവേർഷൻ എന്ന് പറയുന്ന ഭാഗമേ ഇല്ല. നഴ്സിംഗ് ട്രെയിനിങ്ങിനായി ആഗ്രയിലേക്ക് സാധാരണ വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. അത് ഞങ്ങൾ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനാണ്. അതൊക്കെയാണ് ഈ സിസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന മൊഴിയിലുമുണ്ട്. ഇവരെ ആദ്യം തന്നെ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ 2 സിസ്റ്റേഴ്സ് കൊടുത്ത മൊഴിയിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. സഭകളുടെ കരുതലോടെയുള്ള പ്രതികരണം, ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് കോടതിയിലെത്തി, ഇപ്പോൾ ഇവരെ റിമാൻഡ് ചെയ്തു. എന്നാൽ ഇവർ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാതെ കാത്തിരിക്കുന്നത് ഇവർ മൊഴി മാറ്റിയത് കൊണ്ട് മാത്രമാണോ? ഈ കാര്യത്തിൽ സമ്മതപത്രം വാങ്ങണം. സമ്മതപത്രം ഈ പെൺകുട്ടികളുടെ
രക്ഷിതാക്കളിൽ നിന്ന് അനുമതി പത്രമാണ് വാങ്ങേണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു രീതി അനുസരിച്ച് നാരായൺപൂരിൽ അവരുടെ പാലായൻ രജിസ്റ്ററിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തണം. അതായത് അവരുടെ ആ പ്രദേശത്ത് നിന്ന്, നാരായൺപൂരിൽ നിന്ന് അന്ന് ഈ ക്ലാഷസ് ഒക്കെ ഉണ്ടായതിനു ശേഷം അവിടെ കൃത്യമായി എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ലീഗലായിട്ടുള്ള നടപടി തന്നെയാണ് അവിടുത്തെ ഈ രജിസ്റ്ററിൽ, അതായത് ഒരു മൂവ്മെന്റ് രജിസ്റ്റർ പോലെയാണ്. അപ്പോൾ ആ പാലായൻ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തണം. പക്ഷേ ഈ 3 പെൺകുട്ടികളുടെയും മൂവ്മെന്റ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് കണ്ടെത്തിയ കാര്യങ്ങളാണ്. രണ്ടാമത്തേത് അവിടുത്തെ ഗ്രാം സജീവ്, നമ്മുടെ ഇവിടുത്തേതുപോലെ തന്നെ അവിടെയുള്ള സമാന്തര സംവിധാനമാണ്. അപ്പോൾ ഗ്രാം സജീവിനെ കൃത്യമായി ഇൻഫോം ചെയ്യണം. അതും ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പേരൻസിനോട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. പക്ഷേ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ പരിമിതികൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഈ അനുമതി പത്രവും കൊടുത്തിട്ടില്ല. അപ്പോൾ അനുമതി പത്രം കൊടുത്തിട്ടില്ല എന്നത് ഇപ്പോൾ തന്നെ അവർ മൊഴി നൽകി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. കേസ് നമ്പർ 60/2025 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിലിപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇവർ നടത്തിയിട്ടില്ല. ഇവർ കേവലം ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. അത് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയായിരിക്കും. കാരണം ബേസ്ലെസ് ചാർജസ് ആണ് എന്നത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് കേസ് നിൽക്കുന്നത്. പക്ഷേ 2 കാര്യങ്ങൾ, പാലായൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതും ഗ്രാം സജീവിനെ ഇൻഫോം ചെയ്യാത്തതും രക്ഷിതാക്കളുടെ സമ്മതപത്രം ഇല്ലാത്തതും. അപ്പോൾ ഒരു നല്ല കാര്യമാണ് ഇവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനാണ് നമ്മുടെ ഈ കന്യാസ്ത്രീകൾ ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ ഈ കേസ് നിലനിൽക്കുകയുമില്ല. 19-നും 23-നും ഇടയിലാണ് ഈ പെൺകുട്ടികളുടെ പ്രായം. അതായത് ഒരു ജോലി തേടി പോകാൻ കഴിയുന്ന പ്രായവുമാണല്ലോ. അതെ, പേരൻസിന്റെ സമ്മതപത്രം വേണം. ഈ പാലായൻ രജിസ്റ്റർ പ്ലസ് ഈ രക്ഷിതാക്കളുടെ അനുമതി പത്രം, അത് രണ്ടും ചേർത്താണ്. 19 വയസ്സുള്ള ഒരു ഇന്ത്യൻ പൗരന് സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം ഗ്രാമത്തിൽ നിന്ന്, സ്വന്തം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രയിലേക്ക് പോകാൻ ഗ്രാമസജീവന്റെയും അത് കേരളത്തിൽ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഇരിക്കുന്ന കളമശ്ശേരി അല്ല, അത് നാരായൺപൂർ എന്ന് പറയുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനിടയിൽ ഈ കൺവേർഷൻ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൊണ്ടുവന്ന കൃത്യമായിട്ടുള്ള ഒരു നിയമമാണ്. അല്ലെങ്കിൽ ഈ രജിസ്റ്റർ കേന്ദ്രം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നിയമവും രാജ്യത്തൊരു സംസ്ഥാനത്തെ നിയമസഭയ്ക്കും ഉണ്ടാക്കാൻ കഴിയില്ല. വസ്തുതാവിരുദ്ധാണ്. ശരി. അപ്പോൾ ഈ പാലായൻ രജിസ്റ്റർ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ അരുൺകുമാർ പറയുന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് താങ്കൾക്ക് എന്തായാലും വിഷ്ണു സിംഗ് ദിയോട് പറയുന്നതായിരിക്കും നല്ലത്. ഞാനൊന്ന് എൻ്റെ ഭാഗം പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ റിമാൻഡിലാണ് ഈ കന്യാസ്ത്രീകൾ. ഇവിടെ ഫ്രിഞ്ച് എലമെന്റ്സ് എന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത്. അല്ലാതെ താങ്കൾ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വലിയ കാടടച്ചുള്ള വിമർശനത്തിലേക്ക് BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി അങ്ങനെ കുത്തിയുള്ള കുറേ ചോദ്യങ്ങൾ വന്നു. അവിടെ അതിൽ 1-2 കുത്തിയുള്ള ചോദ്യങ്ങൾ മലയാള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് വന്നാലും RSSന്റെയും BJPയുടെയും നെഞ്ചത്ത് കയറണമെന്ന് അങ്ങനെ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ദോഷൈക ദൃക്കുകളായ കുറേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വന്നു. ഇവിടെ കേക്ക് മുറിയും പുറത്ത് പ്രശ്നങ്ങളുമല്ലേ എന്നതായി അദ്ദേഹം പറഞ്ഞത്. ഇവിടെയും പിന്നെ നിങ്ങൾ എന്നെ കാണില്ല എന്നായിരുന്നു ഇന്ന് പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. അതിനുശേഷം മറ്റൊരു ചോദ്യം വന്നത് കേരളത്തിൽ സുരക്ഷിതരാണോ എന്നതാണ്. അപ്പോഴും അതിനും പറഞ്ഞത് എല്ലായിടത്തും നന്മയും തിന്മയുണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഞങ്ങൾ അങ്ങ് സേഫാണ് എന്ന ഒരു സ്റ്റാൻഡ് സഭയ്ക്കില്ല എന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി CBCI കത്തോലിക്ക മെത്രാൻ സമിതി പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാണ്. അതിൽ ഇടപെടുമെന്നേ, അതിലെന്താ സംശയം? ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ കന്യാസ്ത്രീകളെ, സഭയെ ദ്രോഹിക്കണമെന്നെന്തോ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകരുത്, അവർ നിങ്ങളെ അങ്ങ് പിടിച്ച് തിന്നുകളയും എന്ന മട്ടിലുള്ള ഒരു പ്രചാരണം നമുക്ക് കൊണ്ടുവരാണ്. രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കുന്ന UDFനെയും LDFനെയും അതിന്റെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന മാധ്യമങ്ങളെയുമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം എന്തായാലും കാണേണ്ടി വന്നത്. ഇവിടെ ഫോഴ്സ്ഡ് കൺവേർഷൻ നടക്കരുത് എന്നത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് സ്വന്തം താല്പര്യത്തോടെ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിപ്പോൾ A or B എന്നൊന്നുമില്ല. ആർക്കായാലും സ്വന്തം താല്പര്യപ്രകാരം കൺവേർഷൻ നടത്താം. ഇവിടെ പക്ഷേ ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് വന്നത് അത് നിലനിൽക്കില്ലാത്ത ഒരു ആരോപണമാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടാമല്ലോ. കോടതിയിലാണല്ലോ ഇത് വരിക. എന്തായാലും ബസ്ത, ജാഷ്പൂർ, റായ്ഗോഡ് ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻഡിജീനസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് മങ്ങാത്ത കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാനും സാധിക്കും. Meet the editors.